കേരളയാത്രയും വിമോചനയാത്രയും. രണ്ട് സമസ്തയുടെയും പ്രവർത്തന ലക്ഷ്യങ്ങളെ സമൂഹത്തിന് ഏറെ മനസ്സിലാക്കി കൊടുത്തതും പൊതുജനം സമസ്തകളെ താരതമ്യത്തിന് വിധേയമാക്കിയതും ഈ യാത്രകളിലൂടെയാണ്. കാന്തപുരത്തിന്റെ കേരളയാത്ര. മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ച കലികാലത്ത് മാനവികതയെ ഉണർത്തുന്നു എന്ന കാലമാവശ്യപ്പെടുന്ന പ്രമേയവുമായി ലോകമാദരിക്കുന്ന പണ്ഡിതൻ കാന്തപുരം ഉസ്താദ് നടത്തിയ ജൈത്രയാത്ര. അമ്പലക്കടവിന്റെ വിമോചനയാത്ര. തിരുകേശത്തെയും കാന്തപുരത്തെയും അവമതിച്ച് ആത്മീയ ചൂഷണത്തിനെതിരെ ജിഹാദ് എന്നായിരുന്നു അമ്പലക്കടവ് ഫൈസിയുടെ വിസ്മയയാത്രയുടെ പ്രമേയം. ഒരു യാത്ര മാനവികതയുണരാനുള്ള സ്നേഹഗീതികൾ ഉറക്കെ പാടുമ്പോൾ മറ്റൊരു യാത്ര നന്നാവില്ലെന്നും നന്നാക്കാൻ സമ്മതിക്കില്ലെന്നും ഷാഠ്യം പിടിക്കുന്നു. കേരള മണ്ണിൽ ഫിത്ന ഫസാദുകളാണ് ഓടി നടക്കും കേശവന്മാരുടെ ശരീ നാട്ടിൽ കേശത്തിന്റെ പേരു പറഞ്ഞിട്ടാണ് കുപ്പിയിലാക്കാൻ കേശശിരോമണി നാടൊട്ടുക്കുമ്പോടുന്നേ. കാന്തപുരത്തിനെതിരെ നയിച്ച യാത്രയുടെ ആസൂത്രണമില്ലായ്മ തുറന്ന് സമ്മതിക്കുകയാണ് ജാഥാംഗം ഓണംപിള്ളി ഫൈസി. വലിയ ആസൂത്രിതമായ പ്രചരണ പ്രവർത്തനങ്ങളോ നേരത്തെയുള്ള കൃത്യമായ ആസൂത്രണങ്ങളോ ഒന്നും ഈ ജാഥയുടെ പിന്നിലില്ല. കേരളയാത്രയുടെ ആസൂത്രണ വൈഭവത്തെക്കുറിച്ച് പ്രശംസിക്കുന്നത് ഷാനവാസ് MP. ഞാൻ പങ്കെടുക്കുന്ന മൂന്നാമത്തെ പരിപാടിയാണ്. ആസൂത്രണ വൈഭവം കൊണ്ട് മുറ്റി നിൽക്കുന്ന, ആശയ സമ്പുഷ്ടി കൊണ്ട് സമ്പുഷ്ടമായ ഇതുപോലൊരു പരിപാടി സമീപകാലത്ത് കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടില്ല എന്ന് സംശയലേശം എന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാന്തപുരത്തിനെതിരെ ജിഹാദ് നയിച്ചവരുടെ മംഗലാപുരത്തെ തുടക്കം തന്നെ യാത്ര ചളമായെന്ന ഖ്യാതി പരന്നു. അതിനെക്കുറിച്ച് സമാപനത്തിൽ തോട്ടുമുക്കം പറയുന്നതിതാണ്: മൂപ്പര് പ്രസംഗിച്ചപ്പോ 45 ഡിഗ്രി ചൂടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രസംഗിച്ചപ്പോ മഴ പെയ്തു. അപ്പൊ എഴുതി കലങ്ങി, മഴ പെയ്താ കലങ്ങാക്കൂ, പൊടിമണ്ണല്ലേ. അതെ, ഓഡിറ്റോറിയത്തിലെ ചൂട് പോലുമില്ലാതെ സുഖകരമായ തുടക്കം. ആ സുഖം നിങ്ങളൊന്ന് കാണുക. താജുൽ ഉലമയുടെ തൃക്കരങ്ങളിൽ നിന്ന് പതാക ഏറ്റുവാങ്ങിത്തുടങ്ങിയ കാന്തപുരത്തിന്റെ യാത്രയിൽ പണ്ഡിത പ്രമുഖരും നിരവധി സാദാത്യങ്ങളും ആശീർവാദവുമായി സ്വീകരണ കേന്ദ്രങ്ങളിലെത്തി. നബിനിന്ദയ്ക്ക് വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ ജിഹാദുകാർക്ക് സ്ഥിരം തെറിഭാഷകരല്ലാതെ പിന്തുണ നൽകിയില്ല. പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ട്രഷററോ ജാഥ തിരിഞ്ഞുനോക്കിയില്ല. മാനവികോദ്ധാന നായകന് പിന്തുണയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കാൻ സാംസ്കാരിക പ്രമുഖരും സാമൂഹ്യ പ്രവർത്തകരുമെത്തി. എല്ലാ മതക്കാരെയും ഭവാൻ സോദരാതുല്യരായി കാണുക മൂലം കാന്താപുരമെന്ന 4 അക്ഷരത്തിന്റെ കാന്തി ഈ ജഗത്തിന് ശാന്തി. മാനവിക യാത്രക്ക് ഐക്യദാർഢ്യമറിയിക്കാൻ ഹൈന്ദവാചാര്യന്മാരും ക്രൈസ്തവ പുരോഹിതരും സ്വീകരണ പരിപാടികളിൽ നിറഞ്ഞുനിന്നു. പത്രക്കാരൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കും, തിരുമേനിയുടെ ദീർഘായുസിന്റെ രഹസ്യം എന്താ? ഞാൻ പറയും, രഹസ്യം പരസ്യമായി പറയാൻ പാടില്ലാത്തതുകൊണ്ട് രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന
പത്രക്കാരോട് ഞാൻ പറയുന്നു. എന്നാൽ ഇനി ചോദിച്ചാൽ ഞാൻ പറയും, പലവിധ കാരണങ്ങളാൽ ഭിന്നിച്ച് നശിച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നാരായണക്കല്ലായിരിക്കുന്ന കേരളത്തെ അതിന്റെ ആദിമ ശുദ്ധിയിലും ഐക്യതയിലും സാധ്യതയിലും വളർത്തിയെടുക്കുവാനുള്ള ശാന്തിപുരം അബൂബൈക്കറിന്റെ യാത്രയിൽ സംബന്ധിപ്പാനാണ് ദൈവം എന്നെ ഇതുവരെ വെച്ചുകൊണ്ടിരുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സാരഥികൾ കൊടിനിറം നോക്കാതെ കാന്തപുരത്തിനൊപ്പം ഒരുമിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞത് മാനവികതയെക്കുറിച്ചും മാനവിക നായകനെക്കുറിച്ചുമായിരുന്നു. കാന്തപുരം ഉസ്താദ് ഉയർത്തിപ്പിടിക്കുന്ന ഈ നല്ല ഒരു മുദ്രാവാക്യം അത് കേരളത്തിന്റെ മുദ്രാവാക്യമാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെ ഈ വിശുദ്ധ ഭൂമിയിൽ വന്നെത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച ജാഥയ്ക്ക് പ്രാധാന്യമുണ്ടാകുന്നത് ജാഥയുടെ സന്ദേശമാണ്. ജാഥയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് ജാഥ നയിക്കുന്ന നേതൃത്വത്തിന്റെ സവിശേഷതയാണ്. ഇത് രണ്ടും ഇവിടെ പ്രധാനമർഹിക്കുന്നു. ഈ ജാഥയ്ക്കൊരു സന്ദേശമുണ്ട്. ഈ ജാഥയുടെ സന്ദേശം മാനവികതയുടെ സന്ദേശമാണ്. ഈ ജാഥയുടെ നായകൻ ബഹുമാന്യനായ AP ഉസ്താദാണ്. ഉസ്താദ് ചില പേരുകൾ ചില ആളുകളിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് മാത്രമായി അത് മാറുന്നു. നമുക്കറിയാം, ലീഡർ എന്ന പദം ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും അത് ഉപയോഗിക്കാം. പക്ഷെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കുന്ന ഒരേ ഒരു ലീഡർ ഉണ്ടായിരുന്നു. അത് ശ്രീ കെ കരുണാകരനായിരുന്നു. ഉസ്താദുമാർ പലരുമുണ്ടാകും. പക്ഷെ കേരള സമൂഹം അറിയപ്പെടുന്നത്, ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ കേരള സമൂഹം അറിയപ്പെടുന്നത് ശ്രീ AP ഉസ്താദിനെയാണ്. മോചനയാത്രയിൽ മുഖം കാണിച്ച രാഷ്ട്രീയ പ്രവർത്തകരിൽ പ്രമുഖരാരും തിരുകേശത്തെക്കുറിച്ചോ അമ്പലക്കടവിനെക്കുറിച്ചോ എന്തിന് സമസ്ത നേതാക്കളെക്കുറിച്ചോ പോലും മിണ്ടിയില്ല. പകരം ആ നേതാക്കളുടെ നിലപാടിതായിരുന്നു. ഇസ്ലാമിന്റെ മാർഗത്തിലൂടെ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന മാർഗത്തിലൂടെ നിങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നു. ഇവിടെ വിവാദപരമായ വിഷയങ്ങളെക്കുറിച്ച്